അങ്ങനെ ഇന്ന് ലച്ചൂസിൻ്റെ ആഗ്രഹപ്രകാരമുള്ള യാത്ര തുടങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്, കൊണ്ടോട്ടി ഫെസ്റ്റ് കാണാനാണ്. ലച്ചൂസ്, ഞാൻ, അബിയേട്ടൻ ആദ്യം കൂടെയാണ് പോകുന്നത്. അങ്ങനെ ലച്ചൂസ് എവിടെ പോവാണ്, ലച്ചൂസിൻ്റെ കയ്യിൽ പാവക്കുട്ടി ഉണ്ടാവും കേട്ടോ. അത് അവൾ സ്വന്തം അസറ്റാണ്. അങ്ങനെ എല്ലാവർക്കും ഹായ് ഒക്കെ തന്ന് ഞങ്ങൾ യാത്ര തുടങ്ങി. അബിയേട്ടൻ എന്താ ഡ്രൈവിങ്ങിലാണ്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ടൗണായിട്ടുള്ള പുളിക്കലങ്ങാടി കൂടെയാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ യാത്ര തുടർന്നു കൊണ്ടേയിരുന്നു. അങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുപോയി. ഇനി കാഴ്ചകൾ കാണാൻ പോകുന്നല്ലേ ഉള്ളൂ. അങ്ങനെ കൊണ്ടോട്ടിയിലെത്തി. അവിടെ കുറേ സാധനങ്ങളൊക്കെ ഭംഗിക്ക് വേണ്ടിയിട്ടൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ പാർക്കിങ് ഞങ്ങൾ നേരത്തെ കാലത്ത് എത്തിയതുകൊണ്ട് എന്തായി, ഇവിടെ ഇല്ല. കുറച്ച് ദൂരത്ത് പോയി പാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ദൂരത്ത് പോയി പാർക്ക് ചെയ്ത് ഞങ്ങളവിടെ ഇറക്കി. ഏട്ടൻ ടിക്കറ്റ് എടുക്കാൻ പോവാണ് കേട്ടോ. എല്ലാവർക്കും ടിക്കറ്റ് വേണം. അങ്ങനെ കുട്ടൻസ് 30 രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ്. അങ്ങനെ ഞങ്ങൾ 4 പേർക്കുള്ള ടിക്കറ്റ് എടുത്തു. 120 രൂപയായിട്ടോ. ആദ്യക്കുട്ടൻ ഇതാ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. 30 രൂപയുടെ ടിക്കറ്റ്. അങ്ങനെ ഞങ്ങളിതാ ഉള്ളിലേക്ക് കയറി. പിന്നെ ഉള്ളിൽ കുറേ കാഴ്ചകളൊക്കെ കണ്ടു. കുറേ ചെടികളൊക്കെ ഉണ്ട്. അതിൽ കുറേ ബൾബൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് രാത്രി കാണാനായിരിക്കും നല്ല ഭംഗി. പിന്നെ എന്തൊരു കോട്ട പോലുള്ള സംഭവമൊക്കെ കണ്ടു കേട്ടോ. ഞങ്ങൾ ഇപ്പോഴത്തെ സൈഡിലൂടെയാണ് പോയത്. അങ്ങനെ പോയി ഉള്ളിലെത്തി. അങ്ങനെ വീണ്ടും കുറേ ചെടികളൊക്കെ കണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കൊണ്ടോട്ടി ഫെസ്റ്റ്, ഐ ലവ് കൊണ്ടോട്ടി. അങ്ങനെ ഞങ്ങളിതാ ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലമൊക്കെ ഉണ്ട്. പോകാൻ നേരത്ത് നമുക്ക് നോക്കാം. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ ഒരു കാശ്മീർ ഉണ്ടെന്ന് പറഞ്ഞ് 50 രൂപ കൊടുത്താൽ കാശ്മീർ കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിതാ കാശ്മീർ കാണാൻ വേണ്ടി ഉള്ളിലേക്ക് പോയി. ഞങ്ങൾ 4 പേരും കൂടെ ഉള്ളിലേക്ക് പോയപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ലച്ചൂസിന് കാതിന് കാണാനില്ല. 2 പേര് 2 സൈഡായി. കാരണം ഭയങ്കര ഇരുട്ടാണ് കേട്ടോ. ഭയങ്കര തണുപ്പുണ്ടായിരുന്നു, AC ഉള്ളത് കാരണം. പിന്നെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. വെള്ള തുണി കൊണ്ട് എന്തോ സംഭവം കൊണ്ട് മല പോലെ കുന്നുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മഞ്ഞ് വീണിട്ട് മരങ്ങളൊക്കെ ഇങ്ങനെ മൂടിയതുപോലെ. അപ്പോൾ സ്പോഞ്ചും വെച്ചിട്ടൊക്കെയാണ്, പഞ്ഞിയൊക്കെ വെച്ചിട്ടാണ് മരമൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ കുറേ കാണുന്നുണ്ടോ ആവോ മീനുകൾക്ക്. ഞങ്ങൾക്ക് കാണാനൊന്നും കണ്ടിട്ടില്ല. എല്ലാ കാഴ്ച കൊണ്ട് എടുത്ത വീഡിയോ ആണിത്. മീനുകളൊക്കെ തമ്മിൽ കൂട്ടിമുട്ടുന്നുണ്ടോ എന്നൊരു സംശയം. അങ്ങനെ ഇതെന്താ വെള്ളച്ചാട്ടം. അതിൻ്റെ അടുത്ത് ഒരു 2 കുഞ്ഞാടുകളുണ്ട് കേട്ടോ. ഒന്ന് അമ്മയും ഒന്നൊരു കുട്ടിയും. ഓരോ വീടായിരിക്കും അത്. അങ്ങനെ മഞ്ഞുമലകളുടെ ഉള്ളിലിതാ വേറെ ഒരു കുളമല്ല, എന്താ സംഭവം. അതിൻ്റെ അകത്ത് കുറേ മീനൊക്കെ ഉണ്ട്. പിന്നെ കിളികളുണ്ട്. പെൻഗ്വിനില്ലേ ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ആരും എന്നെ തല്ലി ഓടിക്കരുതേ. പിന്നെ ഒരു മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ വെള്ളം ചാടിക്കൊണ്ടേ ഇരിക്കുക, വെള്ളച്ചാട്ടം. പിന്നെ മഞ്ഞുമലകളും. അങ്ങനെ കുറേ കാഴ്ചകൾ കണ്ടു. എന്തായാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ല തണുപ്പായിരുന്നു. ചൂടായതുകൊണ്ട് അതിലാകുമ്പോൾ നല്ല സുഖമല്ലേ ഉണ്ടാവുക. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിട്ടോ. അങ്ങനെ ഉപ്പിലിട്ട കുറേ നാരങ്ങയും നെല്ലിക്കയും മാങ്ങയും ഒക്കെ ഞങ്ങളെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ പൊരിച്ച ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. കടല വറുത്ത അങ്ങനത്തെ ഓരോ ഐറ്റംസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ നോക്കി പോന്നു. കാരണം കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്തൊക്കെ ഒന്ന് ചേർത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു കേട്ടെ. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോന്നു. വീണ്ടും കുറേ കാഴ്ചകൾ. നെല്ലിക്ക, മാങ്ങ, അത് തേനാട്ടോ സംഭവം. തേൻ നെല്ലിക്ക അങ്ങനത്തെ ഐറ്റംസൊക്കെ കുറേ ഉണ്ട്. പിന്നെ ഐസ്ക്രീം ഉണ്ട്, കുട്ടികളെ പറ്റിക്കണ്ടേ. അങ്ങനെ കുറേ ഐറ്റംസ്. ഫ്രണ്ടിലേക്ക് കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരു സൈഡിൽ. ഏതെടുത്താലും 10 രൂപ, 20 രൂപ, 30 രൂപ, 5 രൂപ എന്ന് പറഞ്ഞ പോലെ തന്നെ 20 രൂപേൻ്റെ 10 രൂപേൻ്റെ ഒക്കെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. പിന്നെ കുറേ ബോളുകളുണ്ട്. പിന്നെ 20 രൂപ ഐറ്റംസിൻ്റെ അടുത്തെത്തി. അങ്ങനെ വീണ്ടും ഫ്രണ്ടിലേക്ക് നടന്നപ്പോൾ സോസ്, ടൊമാറ്റോ സോസ്, കെച്ചപ്പൊക്കെ ഞങ്ങളെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ ഞങ്ങൾ നേരെ നടന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ആദ്യക്കുട്ടന് കുഴപ്പമൊന്നുമില്ല. ലച്ചൂസിന് എന്തൊക്കെയോ വേണമെന്ന് പറഞ്ഞു. പിന്നെ അത് കണ്ടു കേട്ടോ. അത് എവിടെ പോയാലും കാണുന്ന കാഴ്ചയല്ലേ ഫെസ്റ്റിവലിന്. പിന്നെ കുറേ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ഗെയിംസ് ഏത് ഗെയിം എന്തിൽ കയറുകയാണെങ്കിലും അവിടെ 50 രൂപയാണ് ഫീസ്. അങ്ങനെ 50 രൂപ കൊടുത്തു ഗെയിം കളിക്കാൻ ആരംഭിച്ചു. പിന്നെ അവിടെ മ്യൂസിക്കൊക്കെ ഉണ്ട്, പാട്ടൊക്കെ ഉണ്ട്. പക്ഷെ അത് കോപ്പിറൈറ്റ് ഉണ്ടാവുമെന്ന് കരുതി ഞങ്ങൾ ഇടാത്തതാണേ. ആ മ്യൂസിക് കേട്ട് ലച്ചൂസ് ഡാൻസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും ഗെയിം കളിക്കുന്നിടത്തെത്തി. നേരത്തെ ഏട്ടൻ മാത്രമേ പോയിട്ടുള്ളൂ. ഗെയിം 4 പേരും കൂടി ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ടോ. 6 ബോൾസാണ് ഉണ്ടാവുക. 6 പോയിൻ്റ് നമുക്ക് കിട്ടണം. 1, 2, 3, 4 അങ്ങനെ വെച്ചിട്ടാണ് ഉണ്ടാവുക. അങ്ങനെ 6 പോയിൻ്റ് കിട്ടിയോ ഒരു പ്രൈസ് കിട്ടും. പിന്നെ ഗെയിം കളിച്ച് നല്ല സമ്മാനമൊക്കെ കിട്ടി പരിചയമുള്ളതുകൊണ്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. പൊട്ടി പാളീസായിട്ടോ. അങ്ങനെ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷേ എവിടെ,
2, 3, 4 അങ്ങനെ ടോട്ടൽ 6 പോയിൻ്റാണ് വേണ്ടത്. 4-ൽ നിൽക്കും, 3-ൽ നിൽക്കും, 2-ൽ നിൽക്കും. അങ്ങനെ ഗെയിം കളി തുടർന്നുകൊണ്ടേയിരുന്നു. എന്തോ അറിയില്ല, ഭാഗ്യം കൂടുതലുള്ളതുകൊണ്ട് ഒന്നും കിട്ടിയില്ല. പിന്നെ നിരാശയോടെ ഞങ്ങളിതാ അടുത്ത 50 രൂപയും കൊടുത്ത് വീണ്ടും കളിക്കാൻ തുടങ്ങി. അതും കിട്ടിയില്ല. പിന്നെ അതാ നേരെ വന്ന് വരുമ്പോഴുള്ളതുപോലെ ഇല്ല കേട്ടോ, നല്ല ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ വലിയൊരു ബോർഡൊക്കെ കണ്ടു കേട്ടോ. ബോർഡല്ല, ഒരു കോട്ട പോലുള്ള സംഭവമൊക്കെ. വരുമ്പോൾ കണ്ടേ ചെടികളെ അല്ല അല്ലേ, ലൈറ്റൊക്കെ വെച്ചപ്പോൾ നല്ല ഭംഗിയില്ല കാണാൻ. രാത്രിയായപ്പോൾ ഒരുപാട് പേര് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. രാത്രിയല്ലേ, ലൈറ്റ് സൗണ്ട് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണാൻ. പിന്നെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് ഞങ്ങൾ യാത്രയാവാൻ നോക്കുക കേട്ടോ. ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.